ഈ ദുനിയാവിലെ എല്ലാ റഹ്മത്തും ആരിൽ നിന്നാണ്? അള്ളാഹുവിൽ നിന്നല്ലേ? നിങ്ങൾ എൻ്റെ കൂടെ അല്ല. ഈ ലോകത്തെ എല്ലാ റഹ്മത്തും ആരിൽ നിന്നാണ്? പിന്നെ നീ ഞങ്ങൾക്ക് റഹ്മത്ത് തരണം എന്ന് പറഞ്ഞാൽ എന്താ? അത് നിങ്ങൾ വിചാരിച്ച റഹ്മത്തല്ല. മില്ലദുൻക റഹ്മത്തൻ, നിന്റെ പക്കൽ നിന്നുള്ള പ്രത്യേക റഹ്മത്ത്. അതാരാ? മുഹമ്മദ് മുസ്തഫ. മനസ്സിലായോ പറഞ്ഞത്? ഇതന്നെ. അപ്പം നീ ഒരു വലിയനെ നീ തേടുമ്പോൾ നിന്റെ ലക്ഷ്യം ആരെ കിട്ടലായിരിക്കണം? റസൂലുള്ളാഹിനെ കിട്ടലായിരിക്കണം. റസൂലുള്ളാഹിനെ കിട്ടലായിരിക്കണം നിന്റെ ലക്ഷ്യം. അയാൾ നിനക്ക് റസൂലുള്ളാഹിനെ അനുഭവിപ്പിച്ച് തരാൻ കഴിഞ്ഞാൽ അയാളാണ് വലിയും. മനസ്സിലായോ പറഞ്ഞത്? ലക്ഷ്യം അത് മാത്രം. നമ്മളെ കടം തീർക്കലാകരുത്. ചില ആളുകൾ വന്നാണ് പറയും, ഇപ്പോഴുണ്ട് ചില ആളുകൾ പറയും, ഉസ്താദേ എനിക്ക് എന്തെങ്കിലും ദിക്ർ പറഞ്ഞാൽ കച്ചവടമൊക്കെ പൊളിഞ്ഞു. കച്ചവടം പൊളിഞ്ഞതിനുള്ള പരിഹാരമല്ല എന്ത് ദിക്ർ? അത് കച്ചവട ദിക്റാണ്. എങ്ങായി അത് സോഷ്യൽ മീഡിയ കിട്ടും. റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ, റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ, നീ നിന്റെ പക്കലിനുള്ള മഹാറഹ്മത്തിനെ എനിക്ക് തരണം. അപ്പൊ ഔലിയാക്കളാകുന്ന ഗുഹയിൽ അഭയം തേടുന്നവർക്ക് ഒരേ ലക്ഷ്യം ഉണ്ടാവുള്ളൂ. ആരെ കിട്ടുക? സുൽത്താനെ കിട്ടുക. സുൽത്താനെ കിട്ടി, എല്ലാം കിട്ടി. അല്ലാഹു തആല തൗഫീഖ് തരണം. മനസ്സറിഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബിനെ തരണമേ റബ്ബേ. അല്ലാഹുവിന്റെ ഹബീബിനെ ഞങ്ങൾക്ക് തരണം. അല്ലാഹുവിന്റെ ഹബീബിനെ തരണമേ റബ്ബേ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി. ഞാൻ നിങ്ങൾക്ക് അത്ഭുതകരമായ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, ഹബീബ, നിങ്ങൾ ചിന്തിക്കുക. രണ്ട് മനുഷ്യന്റെ മഹാത്ഭുതങ്ങൾ ഞാൻ പറഞ്ഞുതരാം. രണ്ട് മനുഷ്യന്റെ മഹാത്ഭുതങ്ങൾ. ഒന്ന്, ഒരു മനുഷ്യൻ അലി ബിൻ അബി ത്വാലിബാണ്. അലിയാരുടെ ഒരു പ്രത്യേകത, അലിയാർ എല്ലാം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏറ്റവും മേലുള്ള ആളാണ്. പിന്നെ ഉസ്മാൻ ബിൻ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഒക്കെ ശരിയാണ്. പക്ഷെ ലോകത്തുള്ള തസ്കിയത്തിന്റെ എല്ലാ വഴികളും അലിയാർ വഴിയാണ്. അപ്പൊ ഖാദിരി ത്വരീഖത്തിന്റെ സിൽസില ആരിലെത്തും? അലിയാരിലെത്തും. ചിശ്തി ത്വരീഖത്ത് ആരിലെത്തും? അലിയാര്. സുഹ്റവർദി ത്വരീഖത്ത്. ഏകദേശ ത്വരീഖത്തുകൾ ഏകദേശം 99% ത്വരീഖത്തും ഞാൻ പഠിച്ചു നോക്കുമ്പോൾ അതെല്ലാം ആരിലൂടെയാണ് വരുന്നത്? അലിയാര്. അപ്പൊ ത്വരീഖത്ത് എന്താ? തസ്കിയത്തിന് വേണ്ടിയാണല്ലോ ആ വഴി വെച്ചത്. അപ്പൊ യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം, ആ തസ്കിയത്തിന് അല്ലാഹുവിന്റെ ഹബീബ്, റബ്ബിന്റെ ഹബീബും നിശ്ചയിച്ചൊരു വ്യക്തിയാണ് ആര്? അലിയാര്. എല്ലാ ത്വരീഖത്തും അലിയാർ വഴിയ. എല്ലാ ത്വരീഖത്തും അലിയാർ വരിക. എന്തുകൊണ്ട്? കുട്ടിക്കാലത്തെ നബിയാകുന്ന കഹ്ഫിൽ ചേർന്ന ആളാണ് ആര്? അലി. കുട്ടിക്കാലത്തിൽ ആ കഹ്ഫ് ചേർന്നിട്ടുണ്ട്. അലിയുടെ ജനനം എന്ന് പറഞ്ഞാൽ റളിയല്ലാഹു അൻഹു, അലിയുടെ ജനനം, അലി ബിൻ അബി ത്വാലിബിന്റെ ജനനം AD 599. AD 595 ഖദീജ ബീവിനെ കല്യാണം കഴിക്കുന്നത് മുത്തുനബി. AD 595 റസൂലുള്ളാഹിനെ കല്യാണം കഴിക്കുന്നുണ്ട്. AD 595 ഖദീജ ബീവിനെ കല്യാണം കഴിക്കുക. 599 ആര് ജനിക്കുന്നത്? അലിയാർ ജനിക്കുന്നത്. 606 607 ഖദീജ ബീവി നബിയിലേക്ക് എത്തി. ആര്? അലിയാർ. അപ്പൊ നബിയാകുന്ന കഹ്ഫിന്റെ മടിയിലേക്ക് വീണ ആളാണ് ആര്? അലിയാർ. മറ്റൊരൊക്കെ പിന്നീട് വരുന്നവരാ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ്. കുറച്ചും കൂടി കുട്ടിപ്രായത്തിൽ നബിയിൽ അഭയം തേടുക നല്ല വ്യക്തി രണ്ടാളുകളാണ്. ഒന്ന് ആര്? അലി ബിൻ അബി ത്വാലിബ്. റസൂലുള്ളാഹി കൈ പിടിച്ച് തൻ്റെ കൗഫിലാക്കിയതാണ്. റസൂലുള്ളാഹി കൊണ്ടുവന്നു. ബാപ്പാരാ? അബൂ ത്വാലിബ്. അബൂ ത്വാലിബിന് ദാരിദ്ര്യം വന്നപ്പോൾ ഹബീബ റസൂലുള്ളാഹിയും അബ്ബാസ് റളിയല്ലാഹു അൻഹു പോയിട്ട് ആരെ കൊണ്ടുവന്നു? ഓരോ കുട്ടികളെ ഏറ്റെടുത്തു. ജഅഫറിനെ അബ്ബാസ് ഏറ്റെടുത്തു റളിയല്ലാഹു അൻഹുമാ. അലി ബിൻ അബി ത്വാലിബിനെ ആരും ഏറ്റെടുത്തു? മുസ്തഫ റസൂലുള്ളാഹി. കേട്ടോ. അപ്പം കുട്ടിക്കാലത്തിൽ, അതായത് 7 8 വളരെ ചെറിയ വയസ്സിൽ 599 ജനിച്ചു. 606 607 ആ സമയത്ത് ആരിലെത്തിയിട്ടുണ്ട്? റസൂലുള്ളാഹിയിലെത്തി. അപ്പൊ റസൂലുള്ളാഹി എന്ന കഹ്ഫുൽ വറയിൽ വളരെ കുട്ടിയാവുമ്പോൾ, തെമ്മീസിന്റെ പ്രായമാവുമ്പോൾ തന്നെ എത്തിയ ആളാണ് ആര്? സയ്യിദുന അലി. അപ്പൊ ആ കഹ്ഫുൽ വറയിൽ ഒളിച്ചു നേരത്തെ തന്നെ ആ ആൾക്കുള്ള എല്ലാ തസ്കിയത്തും ആരിന്ന് കിട്ടിയതാ? ഒന്നും പുറത്തുനിന്ന് പഠിച്ചിട്ടില്ല, നബിയിൽ നിന്നല്ലാതെ. അതുകൊണ്ട് ലോകാവസാനം വരെയുള്ള തസ്കിയത്ത് ആരിലൂടെയാണ്? രണ്ടാമത്തെ കുട്ടിയാവുമ്പോൾ നബിയുടെ കഹ്ഫിൽ ചേർന്ന ആൾ സെയ്ദ് ബിൻ ഹാരിസയാണ്. ഈ വ്യക്തിയെ മാത്രം ഖുർആൻ എടുത്തു പറഞ്ഞത്. ഭയങ്കരാണ്. കുട്ടി ഹാരിസയുടെ മകൻ സെയ്ദ് കുട്ടിയാവുമ്പോൾ എന്തായി? ഉമ്മയും മോനും കൂടി ഒരു കല്യാണത്തിനപ്പോൾ കൊള്ളക്കാർ പിടിച്ചു. ഈ സെയ്ദ് ബിൻ ഹാരിസ, ഈ സെയ്ദും ഉമ്മയും കൂടി ബാപ്പ കച്ചവടത്തിന് പോയ സമയത്ത് ഒരു കുടുംബ വീട്ടിലേക്ക് ഒരു കല്യാണത്തിന് പോയതാണ്. ആ സമയത്ത് അവിടെ കൊള്ളക്കാർ വന്നു, കുട്ടിയെ പിടിച്ചു, തള്ളനെയും പിടിച്ചു. അങ്ങനെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ കൊണ്ട് അവർ അടിമക്കുട്ടിയും അടിമത്തള്ളായിട്ട് വിറ്റു.
അങ്ങനെ കുട്ടി ഉമ്മി വേർപിരിഞ്ഞു. ആര്? ഖുർആനിൽ പറഞ്ഞ ഒരേ ഒരു സ്വഹാബി, ഖുർആനിൽ പറഞ്ഞ ഒരേ ഒരു സ്വഹാബിയാണ് ആര്? സയ്യിദ് റളിയല്ലാഹു അൻഹു. ഈ സയ്യിദിനെ ഉമ്മ കൊള്ളക്കാർ പിടിച്ചു വിട്ടു. അങ്ങനെ 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 വന്ന് ഈ കുട്ടിനെ കൈമാറി ഹക്കീം ഇബ്നു ഹിസാമിന്റെ കയ്യിലെത്തി. ഹക്കീം ഇബ്നു ഹിസാം എന്ന് പറഞ്ഞാൽ അതായത് ഹിസാം എന്ന് പറഞ്ഞാൽ ആരാണ്? ഖദീജയുടെ ആങ്ങള, അവരെ മകനാണ് ഹക്കീം ഇബ്നു ഹിസാം. ഈ ഹക്കീം ഇബ്നു ഹിസാമിന്റെ കയ്യിലെത്തി ആര്? സയ്യിദ്. അങ്ങനെ സ്വാഭാവികമായും ഹക്കീം ഇബ്നു ഹിസാം ഈ കുട്ടിയെ ആർക്ക് കൊടുത്തു? ഖദീജ ബീവി എന്ന കൗഫുൽ വറയുടെ പ്രഥമ വനിത, അള്ളാന്റെ ഹബീബാവുന്ന കൗഫിന്റെ പ്രഥമ വനിതയാണ് ആര്? ഖദീജ. ആ മാളത്തിലേക്ക് ഈ കുട്ടി ചേർന്നു. പിന്നെ ഈ കുട്ടി ആരിലെത്തി? റസൂലുള്ളാഹി തങ്ങൾ 95 595 സയ്യിദിന്റെ പ്രായം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ കാലം 599 661 AD 63ാമത്തെ വയസ്സിൽ വഫാത്തായി അലിയാരി. 599 ജനിച്ചു, AD 661 AD വഫാത്തായി. പിന്നെ സയ്യിദ് ഇബ്നു ഹാരിസയോ 581 ജനിച്ചു, 629 മൂത്തയിൽ വഫാത്തായി. 48ാമത്തെ വയസ്സിൽ, മറ്റേ 63ാമത്തെ വയസ്സിൽ 48ാമത്തെ വയസ്സിൽ മൂത്തയിൽ വഫാത്താവാണ് ആര്? സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. ഈ സയ്യിദ് എന്ന മനുഷ്യനെ മാത്രമേ ഖുർആൻ പറഞ്ഞുള്ളൂ സ്വഹാബിയായിട്ട്. അതിന് കാരണം വിശദമായി തിരുദൂതർ നിയോഗം എന്ന നമ്മളെ പുസ്തകമുണ്ട്. ആ പുസ്തകം വായിച്ചിരിക്കണം, എല്ലാവരും വായിക്കണം, എല്ലാവരും ആ പുസ്തകം വായിക്കണം, വീണ്ടും വീണ്ടും വായിക്കണം. കാരണം പുതിയ കാലത്ത് നബിയെ നമ്മുടെ യുവതി യുവാക്കൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ആ പുസ്തകം വായിച്ചിരിക്കണം, നിർബന്ധമാണ് പുസ്തകം വായിക്കണം. എൻ്റെ പുസ്തകം ആയതുകൊണ്ട് പറയല്ല, ഞാനൊരു ലാഭത്തിന് വേണ്ടി ചെയ്യുവല്ല, പഠിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇവിടെ ഈ രണ്ട് വ്യക്തിയെ, ഇവർ രണ്ടാളും കുട്ടിക്കാലത്തെ ഈ കൗഫിലെത്തി. ഏതാണ് കൗഫ്? കൗഫുൽ വറയായ ആര്? ഈ യൂണിവേഴ്സിന് മൊത്തം മനസ്സിലായില്ലേ പറഞ്ഞത്? ഈ എല്ലാത്തിനും, ഈ പ്രപഞ്ചത്തിനും മുഴുവനും കൗഫാണ് ആര്? ഹബീബ റസൂലുള്ളാഹ്. അതിന് ആ രണ്ടാൾക്ക് പ്രത്യേകത ഉണ്ട്. അപ്പൊ നമ്മൾ ഇത് ഞാൻ പറയുന്നത്, ഇത് അവൽ ഫിത്തിയ. നമ്മൾ ഔലിയാക്കളെ തേടേണ്ടത് ഏത് കാലത്ത് തന്നെ തേടണം. ഇനിയിപ്പോ വയസ്സായ തേടാൻ പറ്റൂല എന്നല്ല, എന്നെ നോക്കണം. കുറച്ചത് കഴിഞ്ഞോട്ടെ വിചാരിക്കണ്ട. ഹലക്കൽ മുസവ്വിഫൂന, നന്മയെ പിന്തിച്ചവരെല്ലാം നശിച്ചു പോയിട്ടുണ്ട് എന്ന് പുണ്യ റസൂൽ. അത്തരം നന്മക്ക് ഒരിക്കലും എന്താ ചെയ്യാൻ പാടില്ല, നേരെ വൈകി പെട്ടെന്ന് ആ കാര്യം ചെയ്യണം. എല്ലാവരും ചെയ്യണം. വലിയ വലിയ ഫലം അതിന്മേൽ ഉണ്ടാവും. ഒന്ന് ഇനി പോയിന്റ് നമ്പർ 2, വീണ്ടും മുസാഫിലേക്ക് നോക്ക്. ഇത് അവൽ ഫിത്തിയതു ഇലൽ കഹ്ഫി. യുവാക്കൾ കഹ്ഫിൽ അഭയം തേടിയപ്പോൾ, അങ്ങനെയാണ്, നല്ല ഉഷാറിലല്ലേ ഇരിക്കണേ? അതിനർത്ഥം യുവാക്കൾ കഹ്ഫിൽ അഭയം തേടിയപ്പോൾ, ഓഹോ, അപ്പൊ കഹ്ഫിന്റെ അടുത്തേക്ക് ആര് ചെന്നു? യുവാക്കൾ. കഹ്ഫ് ബലത്തേക്ക് ഇങ്ങോട്ട് വരൂല. അപ്പൊ ഔലിയാക്കൾ എന്നെ തേടി വരൂല. എന്നെ തേടി വന്നാൽ ഉറപ്പിക്കത് എന്തല്ല യഥാർത്ഥ ഔലിയാക്കൾ കച്ചവടം നടക്കാണ്. അവരെ തേടി ചെല്ലണം. അബുൽ അബ്ബാസിൽ മുർസി തങ്ങൾ അബുൽ ഹസൻ ഷാദുലിയെ കാണാൻ തുണീഷ്യയിലെ ഒരു കുന്നിൻ പുറത്തു പോയ ഒരു സംഭവം ഉണ്ട് ചരിത്രത്തിൽ. അപ്പോൾ പറഞ്ഞു, എവിടുക്കാ പോണത്? ഞാൻ 10 കൊല്ലായിട്ട് നോക്കി കുത്തിരിക്കുക. അപ്പൊ എന്റെ കണ്ണിലുണ്ട് 10 കൊല്ലായിട്ട്. എവിടേക്ക് എത്തുന്നു ഞാനത് കാണട്ടെ, നോക്കി കുത്തിരിക്കുക. അസ്സലാമു അലൈക്കും നനവ പറഞ്ഞു. എന്ത്? 10 കൊല്ലമായി എൻ്റെ കണ്ണിൻ്റെ ഇടയിൽ ജിണ്ട്. ജിൻ്റെ അടുത്തെത്തുന്നു എനിക്കറിയാം. ഞാൻ അങ്ങോട്ട് വരില്ല, ജിണ്ട് വരുന്നു. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? അതാണ് കണക്ക്, അതാണ് അതിൻ്റെ കണക്ക്. ഇത് അവൽ ഫിത്തിയത്തു. യുവാക്കൾ അങ്ങോട്ട് അഭയം തേടണം, ഗുഹ ഇങ്ങോട്ട് വരൂല. മനസ്സിലായില്ല? അപ്പൊ ഗുഹ നോക്കിയിട്ട് നമ്മൾ ഒളിക്കണം. അല്ലാതെ എന്ത് ഇങ്ങോട്ട് വരുമ്പോ നോക്കാന്ന് വിചാരിക്കണ്ട. അങ്ങോട്ട് വരുമ്പോ ഒരു പിരിവേരാണ്, പിരിവേരം മൂലിയാര് ഔലിയപ്പാപ്പയെന്ന് വിചാരിക്കണ്ട. അതുപോലെ ഇങ്ങോട്ട് വരും. മനസ്സിലായില്ലേ? അത്രയാണ്. പിരിവേർക്ക് പിരിവാണ് വേണ്ടത്. എന്ത് പിരിവായാലും വേണ്ടില്ല. അവർ ഞാൻ കുറ്റൊന്നും പറയല്ല, പിരിവൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഓരല്ല എന്ത് പറ പിരിവേരല്ല എന്ത്? ഔലിയാക്കൾ പിരിവേരല്ല. പിരിക്കൽ തെറ്റുമല്ല, പിരിവേര് ഇങ്ങോട്ട് വരും. ഇത് അങ്ങോട്ട് പോകണം. ഇത് അവൽ ഫിത്തിയ. അവര് അഭയം തേടി അങ്ങോട്ട് പോകണം, ഔലിയാക്കൾ ഇങ്ങോട്ട് വരൂല. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ശരി, അടുത്ത എന്താ? അടുത്ത വാക്കെന്താ? ഇത് അവൽ ഫിത്തിയത്തു ഇലൽ കഹ്ഫി ഫഖാലു
ഫഖാലു, അപ്പോൾ അവർ പറഞ്ഞു. എന്ത് പറഞ്ഞു? എന്താ പറഞ്ഞേ? റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ. അവിടെ നിൽക്കട്ടെ. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ആതിനാ, ഞങ്ങൾക്ക് നീ നൽകണം, മിൻ ലദുൻക, നിന്റെ പക്കൽ നിന്ന് റഹ്മത്തിനെ തരണം. അതിന്റെ വർത്താനം, ഈ ദുനിയാവിലെ എല്ലാ റഹ്മത്തും ആരിൽ നിന്നാണ്? അള്ളാഹുവിൽ നിന്നല്ലേ? നിങ്ങൾ എൻ്റെ കൂടെ അല്ല. ഈ ലോകത്തെ എല്ലാ റഹ്മത്തും ആരിൽ നിന്നാണ്? പിന്നെ നീ ഞങ്ങൾക്ക് റഹ്മത്ത് തരണം എന്ന് പറഞ്ഞാൽ എന്താ? അത് നിങ്ങൾ വിചാരിച്ച റഹ്മത്തല്ല. മിൻ ലദുൻക റഹ്മത്തൻ, നിന്റെ പക്കൽ നിന്നുള്ള പ്രത്യേക റഹ്മത്ത്. അതാരാ? മുഹമ്മദ് മുസ്തഫ. മനസ്സിലായോ പറഞ്ഞത്? ഇതന്നെ. അപ്പം നീ ഒരു വലിയനെ നീ തേടുമ്പോൾ നിന്റെ ലക്ഷ്യം ആരെ കിട്ടലായിരിക്കണം? റസൂലുള്ളാഹിനെ കിട്ടലായിരിക്കണം. റസൂലുള്ളാഹിനെ കിട്ടലായിരിക്കണം നിന്റെ ലക്ഷ്യം. അയാൾ നിനക്ക് റസൂലുള്ളാഹിനെ അനുഭവിപ്പിച്ച് തരാൻ കഴിഞ്ഞാൽ അയാളാണ് വലിയ. മനസ്സിലായോ പറഞ്ഞത്? ലക്ഷ്യം അത് മാത്രം. നമ്മളെ കടം തീർക്കലാകരുത്. ചില ആളുകൾ വന്നാണ് പറയും, ഇപ്പോഴും ഉണ്ട് ചില ആളുകൾ പറയും, ഉസ്താദേ എനിക്ക് എന്തെങ്കിലും ദിക്ർ പറഞ്ഞേരി, കച്ചവടമൊക്കെ പൊളിഞ്ഞു. കച്ചവടം പൊളിഞ്ഞു എന്നുള്ള പരിഹാരമല്ല. എന്ത് ദിക്ർ? അത് കച്ചവട ദിക്റാണ്. എങ്ങായി അത് സോഷ്യൽ മീഡിയ കിട്ടും. എൻ്റെ ദിക്റിൻ്റെ ആവശ്യമില്ല. ഞാൻ തന്നെ പൊളിഞ്ഞു വെച്ചിരിക്കുകയാണ്. അല്ലാതെ സത്യം. ഞാൻ ഈ കൂട്ടത്തിൽ എത്ര വയസ്സ് കൊടുക്കാണ്ട്? കൊല്ലങ്ങൾ വയസ്സ് കൊടുക്കാനുണ്ട് എൻ്റെ ശിഷ്യന്മാര്. ഞാനായി പൊളിഞ്ഞ് പാപ്പറായിരിക്കണ എൻ്റെ അടുത്തേക്ക് കച്ചവടം പൊളിഞ്ഞിട്ട് വന്നിട്ട് എന്താണ് ചങ്ങായി കാര്യം? അത് ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവും. എന്ത്? അതാ 10 ദിവസം കൊണ്ട് കച്ചവടത്തിൽ കടം പൂടുന്ന ദിക്റ്. അത് ചെല്ലിക്കോ, ചിലപ്പോൾ കടം പൂടും, ചിലപ്പോൾ പൂടൂല. മൂപ്പര കട ഏതായാലും പൂടും. ആരെ? സോഷ്യൽ മീഡിയയിൽ ഇത് പറഞ്ഞു വിട്ട മൂല്യര് കടം പൂടും. എൻ്റെ കടം പൂടിയില്ലെങ്കിലും വേണ്ടി. അപ്പൊ എന്നതുപോലെ അതെ മനസ്സിലാണ്ട് പറഞ്ഞത്. അത് കടം വീടാനോ ഇതിനൊന്നും ശൈഖിനെ തേടണ്ട. അതുകൊണ്ടൊന്നും നിനക്ക് നീ ആരിലെത്തൂല, റസൂലിനെ എത്തൂല. കടം വീടാനുള്ള ദിക്റും തേടി വന്നാൽ ജാരത്തെത്തൂല, റസൂലിനെത്തൂല. വലിയനെ തേടുന്നവർക്ക് ഒരു ലക്ഷ്യം ഉണ്ടാകാൻ പാടുള്ളൂ. എന്ത്? റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ, നിന്റെ പക്കൽ നിന്നുള്ള മഹാറഹ്മത്തിനെ എനിക്ക് നീ കൈവശപ്പെടുത്തി തരണം. അതായത് എനിക്ക് ആരെ കിട്ടണം? റസൂലിനെ കിട്ടണം. ഏത് ത്വരീഖത്തിൽ ഒരാൾ ചേരേണ്ടത് എന്ത് വിചാരിച്ചിട്ടാണ്? റസൂലിനെയാണ് ചെയ്യുന്നത്. റസൂലിനെ കൊടുക്കാൻ കഴിയുന്നവരെ പിന്നാലെ കൂടിയിട്ടേ കാര്യമുള്ളൂ. റസൂലിനെ പിന്നാലെ കച്ചവടത്തിന് നടക്കരുത്. കച്ചവടത്തിന് നടക്കുന്നവരുണ്ട്, നല്ലതാണ് കച്ചവടമാക്കിയവരുണ്ട്. അക്കൂട്ടത്തിൽ കൂടരുത്. ത്വരീഖത്ത് കൂടിയോണ്ട് ഞാൻ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ ഏറ്റവും വലിയ ഇന്നത്തെ ഒരു ഇൻഡസ്ട്രിയാണ് എന്ത്? ത്വരീഖത്തുകൾ. എന്നെ പിന്നാലെ നടക്കണ്ട. എന്നാ അതില്ലാന്ന് വിചാരിക്കണ്ട. അതിൽ കണ്ടെത്തണം, പോയി കണ്ടെത്തണം. ഇന്നൊരു വലിയ ജനങ്ങളെ ദുനിയാവ് കൈവശപ്പെടുത്താനുള്ള ഒരു ആളുകളുടെ ഒരു മാർഗമാണ് എന്ത്? ത്വരീഖത്തുകൾ ഇന്ന് പലർക്കും. പക്ഷെ അവിടെ പണിയെടുക്കണം, നിന്റെ ബുദ്ധി ചെലവാക്കണം, രാവും പകലും റബ്ബിനോട് ദ്വാരക്കണം. അപ്പൊ അള്ളാഹു നിനക്ക് മുട്ടുവിൻ തുറക്കപ്പെടും. മനസ്സിലായി പറഞ്ഞത്? നീ അവിടെ എത്തണേയും തീർച്ചയായും എത്തും. നിന്റെ ആഗ്രഹം എത്തും. ഞാൻ 2011 റമളാൻ മാസം കഴിഞ്ഞു. റമളാൻ മാസത്തിന് അരിയടുത്ത കാലത്ത് പ്രഭാഷണം കഴിഞ്ഞു 2011. അപ്പൊ എന്റെ മനസ്സിൽ അപ്പോഴൊക്കെ രാജ്യാണ് എന്ത്? പഠിച്ചോനെ നന്നാകണല്ലോ. ഇങ്ങനെ നമ്മള് സാധനങ്ങൾ അസംബിൾ ചെയ്ത് കയറ്റിവിട്ട പോരല്ലോ. ജപ്പാന്റെ സാധനം ദുബായി കൊടുത്ത് അസംബിൾ ചെയ്ത് കയറ്റും. അപ്പൊ നമ്മളിങ്ങനെ ജപ്പാനിന് സാധനം കൊടുത്താണ്ട് ദുബായിൽ കയറ്റിവിട്ട പോരല്ലോ. നമ്മക്കും ഇത് എന്ത് പ്രാദേശിക വാർത്ത കൊടുത്ത് മനസ്സിലായില്ല. ഈ പനാസോണിക്കിന്റെ സാധനം ജപ്പാനിന് കൊണ്ടുവന്ന് ദുബായിൽ നിന്ന് ഇന്ത്യക്ക് കയറ്റിവിടുന്ന പോലെ ഒരു പ്രാദേശിക വാർത്തയും കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മക്കൊന്ന് പ്രാദേശിക വാർത്ത കേൾക്കണമല്ലോ പഠിച്ചോനെ. നമ്മൾ പായത്തടിയത്തും കൊണ്ട് ഇങ്ങനെ കയറ്റിവിടുക, നാട്ടുകാർ സ്വർഗത്തിൽ കയറ്റുക. നമ്മളെ കഥയെ നമ്മൾക്കാരും വരെ പ്രാദേശിക വാർത്ത കേട്ടിട്ടില്ല. അപ്പൊ ഞാൻ റമളാൻ കഴിഞ്ഞപ്പോൾ നിയത്താക്കി ഖാജാനെ പോയി പറയാം. ഖാജാന്റെ അവിടുത്തെ പഠിച്ചോട് പറയാം. ഖാജാക്കാണ് യാസിൻ നേർച്ചാക്കി. 100 ആണോ അതല്ല 314 കൃത്യമായി പൂർണ്ണമല്ല. പൊരിന്ന് ഇറങ്ങി വിടുമ്പോൾ യാസിനോട് തുടങ്ങി. ഖാജാക്കളെ യാസീൻ ഓതി എന്ന് പറഞ്ഞാൽ ട്രെയിൻ മുഴുവൻ യാസീൻ ഓതി. അവിടെ പോയി ഇരുന്ന് അവിടെ എത്തിയിട്ട് പിന്നെ യാസീൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഓടൻ അങ്ങനെ ആ യാസീനാണ് തീർക്കുന്നത്. ഖാജാന്റെ കാലിൻ്റെ വീട്ടിൽ നിന്നാണ്. ഖാജാന്റെ കാട്ടിലെ വീട്ടിലെത്തി റബ്ബിനോട് പറഞ്ഞു, റബ്ബേ ഞാൻ നീ ഇഷ്ടപ്പെടുന്ന ഒരു വലിയാണ്. ഈ മുൻഗാമികളൊക്കെ പറഞ്ഞ ആളാണിത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ത്യയിലേക്ക് പറഞ്ഞു വെച്ച ആളാണ് എന്ന് നമ്മുടെ മഹാന്മാരായ ശൈഖുന ശംസുൽ ഉലമ റഹ്മത്തുള്ളാഹിനെ പോലത്തെ ആളുകൾ എല്ലാ മുൻഗാമികളും എഴുതിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് രക്ഷപ്പെടാൻ ഒരാളെ കിട്ടണം.
എനിക്കൊരു വഴി കിട്ടും, ഞാൻ അങ്ങനെ വയറു നടന്നാൽ പോരാ, എനിക്ക് രക്ഷപ്പെടണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്തു. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോഴത്തേന് അള്ളാഹു എനിക്ക് വാതിൽ തുറന്നു. ആ വാതിൽ കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടെങ്കിൽ ഞാൻ പണിയെടുക്കണം. ഇപ്പം ഞാൻ രക്ഷപ്പെട്ടു എന്നല്ല, ഇപ്പം എന്ത് കിട്ടി? വാതിൽ തുറന്നിട്ട് ഇനി പണിയെടുക്കണം ചങ്ങായി. ഇനി അവിടെ പണിയെടുക്കണം. ഇനി പണിയെടുത്താലേ കാര്യമുള്ളൂ. ഇനി പണിയെടുക്കണം, എന്നാൽ നിനക്ക് ശമ്പളം കിട്ടും. പണിയെടുക്കണം. ഇപ്പം എന്ത് കിട്ടി? വഴി കിട്ടി. ഇനി പണിയെടുത്താൽ മതി. അതുകൊണ്ടാണ് തൗഫീഖാണ്. പക്ഷെ അതിന് പണിയെടുത്തു. ഞാൻ ആരുടെ അടുത്ത് പോയി പറഞ്ഞു? ഞാൻ ലാസ്റ്റിങ്ങോട് പറയാം. ലാസ്റ്റ് നിങ്ങൾക്കും വഴി ഞാൻ പറഞ്ഞുതരാം. വഴി പറഞ്ഞുതരാം. നിങ്ങൾ വെറുതെ വിടൂല. നിങ്ങൾക്ക് ഞാൻ വഴി പറഞ്ഞുതരാം, അത് വെറുതെ വിടൂല. നിങ്ങൾ പേടിക്കണ്ട. ഇൻഷാ അല്ലാഹ് നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മാ. റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മാ. നീ നിന്റെ പക്കൽ നിന്നുള്ള മഹാറഹ്മത്തിനെ എനിക്ക് തരണം. അപ്പൊ ഔലിയാക്കളാകുന്ന ഗുഹയിൽ അഭയം തേടുന്നവർക്ക് ഒരേ ലക്ഷ്യം ഉണ്ടാവുള്ളൂ. ആരെ കിട്ടുക? സുൽത്താനെ കിട്ടുക. സുൽത്താനെ കിട്ടിയ എല്ലാം കിട്ടി. അല്ലാഹു തആല തൗഫീഖ് തരണം. മനസ്സറിഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബിനെ തരണമേ റബ്ബേ. അല്ലാഹുവിന്റെ ഹബീബിനെ ഞങ്ങൾക്ക് തരണം. അല്ലാഹുവിന്റെ ഹബീബിനെ തരണമേ റബ്ബേ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖലത് ഹിലതി അദ്രിക്നി യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഹബീബല്ലാഹ് ഖുദ് ബിയദി ഖലത് ഹിലതി അദ്രിക്നി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റഹ്മത്തൻ ലിൽ ആലമീൻ ഖുദ് ബിയദി ഖലത് ഹിലതി അദ്രിക്നി യാ റസൂലല്ലാഹ്. പടച്ചോനെ, ഈ മജ്ലിസിൽ ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ, കാണപ്പെട്ടവർ മാത്രമല്ല കാണപ്പെടാത്ത എത്ര ഇബാദത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഞങ്ങൾക്കറിയില്ല. ആർക്കാണെങ്കിലും അവർക്ക് റഹ്മത്ത് ചെയ്തു കൊടുക്കണമേ റബ്ബേ. റഹ്മത്ത് ഏറ്റി കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ, നീ പൊരുത്തപ്പെട്ടവരെ കൊണ്ട് ഈ മജ്ലിസ് നിറച്ചു തരണമേ റബ്ബേ. അവർക്ക് ഈ മജ്ലിസ് കൊണ്ട് വലിയ ഖൈറുണ്ടാകണമേ റബ്ബേ. ഈ മജ്ലിസിലെ ഉപദേശം കൊണ്ട് അവർ സന്തോഷിക്കണമേ റബ്ബേ. നീ പൊരുത്തപ്പെട്ടവരെ കൊണ്ട് ഞങ്ങൾ നീ മൂടിത്തരണമേ റബ്ബേ. നീ പൊരുത്തപ്പെട്ടവരെ കൊണ്ട് ഞങ്ങളെ മൂടിത്തരണമേ റബ്ബേ. ഞങ്ങൾക്ക് രക്ഷപ്പെടണം റബ്ബേ. ഞങ്ങളെ രക്ഷപ്പെടണം റബ്ബേ. ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണം റബ്ബേ. ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണമേ റബ്ബേ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീം. ചിന്തിക്കുക. അപ്പൊ എന്റെ ഇപ്പൊ എവിടെ എത്തി? ഇത് അവൽ ഫിത്യത്തു ഇലൽ കൗഫി. കൗഫിനെ പറ്റി പറഞ്ഞു, ഫിത്യനെ പറഞ്ഞു. ഫഖാലൂ റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മാ. അതെ. അപ്പൊ എന്തിനാണ് ഈ ഔലിയാക്കളെ കൂട്ടത്തിൽ കയറുന്നത്? റഹ്മത്തുൽ ലിൽ ആലമീനെ കിട്ടാൻ വേണ്ടി. അവിടെ കിട്ടാനുള്ളതും അതാണ്. ഞാൻ അപ്പുറം കടം വിടുന്നു വിചാരിക്കണ്ട, വിടൂലെന്ന് വിചാരിക്കണ്ട. ഒരു കാര്യത്തിന് ഞാൻ മെനക്കെട്ട് കഴിഞ്ഞാൽ, ഇതൊരു കാര്യത്തിന് മെനക്കെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യം കിട്ടിയേക്കാം. അങ്ങനെ കിട്ടിയേക്കാം. അത് നമ്മളെ ഉദ്ദേശമല്ല. അപ്പൊ ഈ വയലൊക്കെ കറിഞ്ഞാൽ കഴിഞ്ഞു. ഇപ്പൊ വയൽ പറഞ്ഞു എന്റെ വയലിന് വയലിനുള്ള ഉദ്ദേശം എന്താ? ജനങ്ങൾ എന്നാകുക. അതാണല്ലോ ഉദ്ദേശം. അത് കഴിഞ്ഞപ്പോൾ ഈ കൂട്ടത്തിൽ ഒരാൾ മെല്ലെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഒരു 10 ലക്ഷം ഉറുപ്പ്യ എൻ്റെ അടുത്ത് ദാറുൽ ഖുർആനിലുണ്ട്, നിങ്ങൾ റെസിസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അത് ഇതിൻ്റെ എന്താണ്? 2ാം ഫലാണ്. അത് അള്ളാഹു കനിഞ്ഞ് തരുന്നതാണ്. എൻ്റെ ലക്ഷ്യമാകാൻ പാടില്ല. എൻ്റെ ലക്ഷ്യമായ ഒരു നല്ലൊരു തുണിയും കുപ്പായിട്ടെടുത്തുനെ കണ്ടാൽ പിന്നെ ഞാൻ അതിനനുസരിച്ച് പറയും. തിരിഞ്ഞില്ല. അപ്പം ഞാൻ എൻ്റെ ലക്ഷ്യം പൈസ ഉണ്ടാക്കലാണ് എങ്കിൽ നിങ്ങളെ കൂട്ടത്തിൽ അത്യാവശ്യം ഒരു നല്ല ബെയ്റ്റും നല്ല പള്ളിയും, മുതലാളിമാരാകുമ്പോൾ പള്ളി കാണലുണ്ടാവില്ല, നല്ലൊരു പള്ളിയും നല്ലൊരു കുമ്പിയും പിന്നെ എന്താ പറയുക നല്ല കുണിയും കുപ്പായും ഓന് അപ്പം തന്നെ കണ്ടപ്പോൾ തന്നെ എൻ്റെ കോലമാണ്. അപ്പോൾ ഓന് വേഗം ഒരു കസേരട്ടൊക്കെ കൊടുത്ത് ഓനവിടെ ഇരുത്തി. പിന്നെ എൻ്റെ വയറിലോ ആരെ തൃപ്തിപ്പെടുത്താനാവും? ആ മുതലാളിമാർക്ക് എങ്ങനെയെങ്കിലും സ്വർഗം ഉണ്ടെങ്കിൽ അതാണ് പിന്നെ അന്നത്തെ വയറിൽ പറയാം. അപ്പോൾ വയറിൻ്റെ നെയ്യത്തന്നെ അവിടെ എന്താവും? മാറും. അപ്പം നമ്മളതൊന്നും കണക്കാക്കണ്ട. ചിലപ്പോൾ മുതലാളിമാരെ ഊരൊക്കെ ചവിട്ടണതായിരിക്കും അന്ന് പറഞ്ഞാൽ അതൊക്കെ. അത് ദേഷ്യപ്പെട്ടോ ഇറങ്ങിപ്പോവാൻ ഭാഗ്യം കെട്ടവനാണ്. എന്തേ അങ്ങനെ തന്നെയല്ലേ? ഓൻ ഭാഗ്യം കെട്ടവൻ. നമ്മളെന്തിനാ ഓനെ കണക്കാ? ഓനാര് ഇന്നിപ്പോൾ ഈ സ്റ്റേജുമൊക്കെ ആയത്തോതി വയറിൽ പറയുന്ന മൂല്യന്മാർ ഷംസുലിമിൻ്റെ മുന്നിലാണെങ്കിൽ ബറച്ചിട്ടൊന്നും മുണ്ട കഴിയൂല. എന്ത് അതിന് മാത്രം പിന്നെ ബല വെക്കൂല. ഇന്നത്തെ മൂല്യന്മാരെ സ്റ്റേജിൽ കയറി കുത്തിരിച്ചിട്ടാണ് രാഷ്ട്രീയക്കാരെ അയത്തോതുന്നത്. എന്ത് ഇവർ ചന്തികളാണ്, ഇവർ മറ്റവരെ മൂട് താങ്ങികളാന്ന് ആർക്ക് മനസ്സിലായി? രാഷ്ട്രീയക്കാർക്ക് മുതലാളിമാർക്ക് മനസ്സിലായി. ഇല്ലെങ്കിൽ ബറക്കും ഷംസുലമിൻ്റെ മുന്നിൽ കണ്യത്തിന് മുന്നിൽ വയറിലെറിയേ രാഷ്ട്രീയക്കാരെ അയത്തോട് അത് കഥ കഴിയൊന്ന് ഈജക്കട അരക്കൈക്ക് പറ്റൂല എന്ന് നാട്ടുകാർക്ക് മനസ്സിലായി. ചങ്ങായി അരക്കും എൻ്റെ ഓക്കോ മനസ്സിലാക്കിയിട്ടുള്ളൂ. എന്ത് ഇത് വലിയ കോട്ടാമ്പിയാണ്, നാട്ടുകാർക്ക് തിരിഞ്ഞു കഴിഞ്ഞ് അരക്കൈക്കാൻ പറ്റൂല. ഒന്നും നിങ്ങൾ വിചാരിക്കണ്ട. ഇത് ചിന്തിക്കാൻ വേണ്ടി പറയാണ്. ഇതൊരാളെ കണക്കാക്കണം, ആരെ കണക്കാക്കിക്കോ. അപ്പം എൻ്റെ അടുത്ത്
ഒരു വലിയന്റെ അടുത്ത് പോയാൽ കിട്ടേണ്ടത് ആരെയാണ്? മുത്ത് നബിയാണ്, മുത്ത് മുഹമ്മദ് മുസ്തഫാനെ കിട്ടും. ആ റസൂലുള്ളാഹിനെ ഞാൻ അനുഭവിക്കും. അപ്പൊ ആരെ അനുഭവിക്കും? അള്ളാഹിനെ അനുഭവിക്കും. ഇതാണ് ആത്മീയ നേതാവ്. മതനേതാവും ആത്മീയ നേതാവും രണ്ട് ഭാഗത്തേക്ക് വരാം. മതനേതാവും ആത്മീയ നേതാവും ആത്മാവിന് റബ്ബിനെ അനുഭവിപ്പിച്ചു കൊടുക്കുന്നവനാണ് ആര്? ആത്മീയ നേതാവ്. അതിന് ആദ്യം ഓൽക്ക് കിട്ടണം. കുറ്റി കുറേ ഉണ്ട്, ഗ്യാസ് ഇല്ല. ആ ഗ്യാസ് ഗോഡൌണിൽ പോയാൽ കിട്ടുമോ? മനസ്സിലായില്ല. ഇത് ഗ്യാസ് ഗോഡൌണിലെ മുതലാളിന്റെ അളിയാനാണെങ്കിലും കിട്ടൂല. കാരണം ഓന്റെ ഗോഡൌണിൽ എന്തില്ല? ഗ്യാസ് ഇല്ല എന്നായി. അപ്പൊ ഗ്യാസ് ഇല്ലാത്ത ഗോഡൌണിലേക്ക് ഇങ്ങനെ മേമേറിട്ട് കാര്യമല്ല. ആ ഗോഡൌണിൽ എന്തില്ല? അവിടെ ഗ്യാസ് ഉണ്ടെങ്കിൽ അല്ലടോ എന്ത് ഇവരെ കൊടുക്കാൻ കഴിയുള്ളൂ. അല്ലെ ഇവന് എന്റെ ഗ്യാസ് ട്രബിൾ പുറത്തു പോയാൽ ഓൻ അവിടുന്ന് പോയേണ്ടി. മനസ്സിലായി? ചിന്തിക്കട ചങ്ങായി, തല കൊടുത്ത് ചിന്തിക്കട. മനസ്സിലായ പറ, ചിന്തിക്കണം, തല കൊടുത്ത് ചിന്തിക്കണം. അള്ളാഹുവിനെ ആത്മാവിനെ അനുഭവിപ്പിച്ചു കൊടുക്കുന്നവനാണ് ആര്? ആത്മീയ നേതാവ്. അതാണ് ആത്മീയ നേതാവ്. മറ്റൊരു മൂല്യര് മതനേതാവാണ്, തങ്ങള് മതനേതാവാണ്. എന്തല്ല നിങ്ങൾക്ക് എന്നെ തൂക്കിക്കൊല്ല, നിങ്ങളെ സൗകര്യമാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞപ്പോ നിങ്ങളെ തൂക്കിക്കൊല്ല. തങ്ങളും ആത്മീയ നേതാവല്ല, മൂല്യരും ആത്മീയ നേതാവല്ല. ആത്മീയ നേതാവ് ആത്മാവിന് റബ്ബിനെ അനുഭവിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നവനാണ്. അത് എപ്പോഴാണ് അനുഭവിക്കുക? യുസക്കീഹിം. ഇവന്റെ കേടാണ് കളഞ്ഞു കൊടുക്കണം. അതിനാദ്യം ആർക്ക് കേടുണ്ടാകരുത്? നേതാവിന് കേടുണ്ടാകരുത്. മനസ്സിലായില്ല? ഒരു മീനിന്റെ ചളി മറ്റൊരു മീനിന് കളയാൻ കഴിയൂല. എങ്ങായി അത് മൈമൂനാക്കേ കളയാൻ കഴിയുള്ളൂ. മനസ്സിലായില്ല? ഒരു മീന് മറ്റേ മീനിന്റെ കേട് കളഞ്ഞാണ് പൊരിക്കാൻ തരും. എടാ, കടൽ അവിടെ കൊണ്ടുവന്ന ഒരുപാട് മീനുണ്ട്. ഒരു മീന് മറ്റൊരു മീനിന്റെ കേട് കളഞ്ഞേരോ? എന്തുകൊണ്ട്? ആ മീനിന് എന്തുണ്ട്? കേടല്ലടോ. അപ്പൊ മൈമൂനാണ് മീനിന്റെ കേട് കളയേണ്ടത്. എന്തുകൊണ്ട്? മൈമൂനാക്കേ കഴിയും. മൈമൂനാകന്റെ കയ്യിൽ എന്തുണ്ട്? മൈമൂനാക കൈ ശുദ്ധാണ്. മൈമൂനാക കൈ കത്തിയുണ്ട്. എങ്ങനെ കളയാൻ നോക്കാൻ അറിയും ചെയ്യും. 2 മിനിറ്റ് കൊണ്ട് കേട് കളഞ്ഞൊരു മൈമൂന. അപ്പൊ നമുക്ക് പൊരിക്കാം. എല്ലാരും മീനാണെങ്കിലോ? എല്ലാരും മീനാണെങ്കിൽ മീനിന്റെ കേട് പോകുമോ? പറയണ ചങ്ങായി, മീനിന്റെ കേട് പോണെങ്കിൽ ആരെ ഏൽപ്പിക്കണം? സക്കീനാനെയും മൈമൂനാനെയും ഏൽപ്പിക്കണോ? അപ്പൊ കേട് യുസക്കീഹിം. ഈ മൂല്യർക്ക് അതിന് കഴിയൂല. കാരണം മൂല്യര് കഴിഞ്ഞ് കഴിയൂലെന്നില്ല, അങ്ങനത്തിന് കഴിയൂലെന്നില്ല, ശംസുലമക്ക് കഴിയൂലെന്നില്ല. അത് മൂല്യരായതുകൊണ്ടല്ല, അവരെ ആത്മാവിന്റെ കേട് അവര് വേറൊരാളെ ഏൽപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ഓൾക്കയും അത് ജനിക്കണ്ട. ആ കസേര കുത്തിക്കുമ്പോൾ ജയിക്കണ്ട. കസേര ഗുണല്ല, പിന്നെ എന്ത് ഗുണാണ്? ആ പറ ചങ്ങാതി, ആ വ്യക്തിയുടെ ഗുണാണ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന്റെ കാലത്ത് ഒരു പെണ്ണിന് ഭ്രാന്തിളകി. അപ്പൊ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ അടുത്ത് വന്നു. അപ്പൊ പറയും, എന്റെ മകള് പ്രായപൂർത്തിയായ പെണ്ണ് വലിയ പെണ്ണായിട്ടുണ്ട്, ഓള് വസ്ത്രമില്ലാതെ ഓടാണ്, ഞാൻ കുടുങ്ങിയിട്ടുണ്ട് മാനവറുകളെ. അപ്പോൾ പറഞ്ഞു, എനിക്ക് ദർശല്ലേ വരാൻ കഴിയൂല, അങ്ങനെ പറയരുത്. അപ്പൊ പറഞ്ഞ മൂലക്കന്റെ 2 ചെരുപ്പുണ്ട്, ആ ചെരുപ്പിന്റെ എടുത്തോണ്ടിരാണ്. അയാൾ ആ ചെരുപ്പ് കൊണ്ടുവന്നപ്പോ ഈ ചെരുപ്പെടുത്ത് ആ കൊണ്ടുവന്ന വ്യക്തിയുടെ കൈ കൊടുത്ത് പറഞ്ഞു, എന്റെ മോളോട് പറയാ, ഇന്ന സ്വാഹിബ ഈ 2 ചെരുപ്പിന്റെ ഉടമക്കാരനുണ്ടല്ലോ, കാലലക്ക ഉണ്ടാകുക, ഈ പെണ്ണിനെ ബുദ്ധിമുട്ടാക്കരുത് ശൈത്താനെ എന്ന് പറയാൻ വേണ്ടി ഈ ചെരുപ്പിന്റെ ഉടമക്കാരൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അയാൾക്ക് കൊണ്ടുപോയി മകളെടുത്തു. ശൈത്താനെ, എന്റെ മകളെ ബുദ്ധിമുട്ട് ശൈത്താനെ, മനസ്സിലായില്ലേ? ഈ സാഹിബ് ഹാദൈനി, ഈ 2 ചെരുപ്പിന്റെ ഉടമക്കാരൻ എന്ത് പറഞ്ഞിട്ടുണ്ട്? പറ കുട്ടി, എന്റെ മോളെ ബുദ്ധിമുട്ടാക്കരുത് എന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. അപ്പോൾ ആ പെണ്ണിന്റെ നാവിലൂടെ ശൈത്താൻ ചോദിച്ചു, അമറനാ അൻ നഹ്ജുറൽ ഇറാഖ് വിട്ടു പോകണമെന്ന് കൽപ്പനയുണ്ടോ? ഫഖാലല്ല, അങ്ങനെ പറഞ്ഞില്ല, അടങ്ങാൻ പറഞ്ഞിട്ടുണ്ടെന്നുള്ളൂ.
ലൗ അമറനാ അൻ നഖ്റുജ ഇറാഖ ലഹജർനാ. ആ മനുഷ്യൻ ഞങ്ങളോട് ഇറാഖ് വിട്ടു പോകാൻ പറഞ്ഞു ഞങ്ങളോട്. എന്തുകൊണ്ട്? അല്ലാഹുവിനെ പേടിക്കണോലെ ഞങ്ങൾക്ക് പേടിയാ. അഹ്മദ് ബിൻ ഹംബൽ മരിച്ചു. പിന്നെയും ചെയ്താനാക്കി. അപ്പൊ അന്നൊരു മുദരിസുണ്ടായിരുന്നു. അയാളോട് എന്ത് നിങ്ങൾക്ക് ചെരുപ്പില്ലേ? എൻ്റെ അഹമ്മദ് ബിൻ ഹംബലിൻ്റെ ആ കാലത്ത് ഇവിടെ ചെയ്താൻ നൽകിയപ്പോൾ പിന്നെ എൻ്റെ മകൾക്ക് ചെരുപ്പ് കട്ടി കൊടുത്ത് നിർത്തിയതാണ്. ഉസ്താദ് നിങ്ങളെ ചെരുപ്പൊന്നും എഴുതുന്ന ചെരുപ്പ് അവിടെ എടുത്തു കൊടുത്തു. മൂപ്പര് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ ഈ പള്ളിയിൽ വെച്ചൊക്കെ എന്താണ് ഞങ്ങളെ ചെരുപ്പണ്ട ചെയ്താനൊക്കെ വലിയ പേടി. അതുകൊണ്ട് എന്തേ പറഞ്ഞു വെച്ചാൽ അടങ്ങാൻ പറഞ്ഞത് അടങ്ങിക്കോളും പോയിക്കോ. ബാപ്പ കൊണ്ട് പെണ്ണിൻ്റെ മുന്നിൽ നിന്നു, ഇതാ ഈ ചെരുപ്പിൻ്റെ ഉടമക്കാരൻ എന്നോട് അടങ്ങാൻ പറഞ്ഞിട്ട്. അപ്പം ചെരുപ്പിന് വാങ്ങി ചെയ്താൽ ബാപ്പാൻ്റെ മുഖത്ത് രണ്ടാൾ കൊടുത്തു. ഈ ജാതി അള്ളാൻ്റെ ഔലിയാക്കന്മാർ പറഞ്ഞാൽ ഞങ്ങൾ അടങ്ങാല്ല. ആ പള്ളിയിൽ തീർച്ചെടുക്കണ അമക്കൾ പറയണ അടങ്ങണ പണിയൊന്നും ഞങ്ങൾ പോയി പണി നോക്കി നോക്കാം. ആര് ചെയ്താൽ. അപ്പോൾ പണ്ട് തെസ്കിയത്ത് ലഭിച്ച ഒരു ആലിം, അത് കണ്യത്താകാം, അത് കുത്തുബിയാകാം, മനസ്സിലാണ്ടോ? ഈ മനുഷ്യന്മാർക്ക് പല അള്ളാഹ് റസൂലിനെ അനുഭവിപ്പിച്ചു കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അത് ആ സ്ഥാനഗുണമല്ല, പിന്നെന്താണത്? വ്യക്തിഗുണം. അപ്പൊ ആ വ്യക്തി ആത്മീയതാവും. അതല്ലാതെ ഈ സ്ഥാനത്തിരിക്കണത് മുഴുവനും ആരല്ല, ആത്മീയതാവല്ല. അതോളം നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ നിങ്ങൾ ആത്മീയതാവാകാൻ മാത്രം ഉണ്ടായേക്കാം. അതായത് പിന്നീടുള്ളൊക്കെ ആത്മീയത ആയിക്കോളതിലാവൂലെന്നില്ല. ആവുന്നും വിചാരിക്കണ്ട, അല്ലാന്ന് തീരെ വിചാരിക്കണ്ട, ആവുന്ന ഉറപ്പായിട്ടും വിചാരിക്കണ്ട. അല്ല ഞാൻ പറയാ, ജൈവ വഞ്ചിതനാകണ്ട. അവർക്ക് പരിശോധിക്കണം. ആത്മീയതാവിന് ഒരുപാട് സിഫത്ത് വേണം. ആ സിഫത്ത് ആ വ്യക്തിക്കുണ്ടോ പരിശോധിക്കണം. അല്ല കണ്ടവർക്ക് മുഴുവൻ കൊടുക്കേണ്ട പദവി അല്ലട ചങ്ങായി. എന്ത് ആത്മീയതാവ്? ആത്മീയതാവ് ചിലപ്പോൾ ഒരു ജില്ലയിൽ ഒരാൾ ഉണ്ടാവില്ല, ഒരു സംസ്ഥാനത്ത് ഒരാൾ ഉണ്ടെങ്കിൽ ഉണ്ടാവും, ചിലപ്പോൾ എൻ്റെ പഞ്ചായത്തിൽ ഉണ്ടാവും ചെയ്യും. അതൊക്കെ ഈ അന്വേഷിക്കണം. മനസ്സിലാണ് പറഞ്ഞത്. ഈ അന്വേഷിക്കണം, കണ്ടെത്തണം. ഇത് ഒറിജിനൽ പാലോ അതല്ല മിൽമ പാലോ നോക്കണം. ഒറിജിനൽ ആണെന്ന് തെളിഞ്ഞാലേ മന്ദംകോൽ എടുക്കേണ്ടുള്ളൂ. തിരിഞ്ഞിട്ടില്ല മന്ദംകോൽ അറിയില്ലേ? മന്ദംകോലിട്ട് തിരിച്ചാൽ എന്തുണ്ടാവും? വെണ്ണ പുറത്തുവരും. അതിന് വെറുതെ മിൽമപ്പാൽ വാങ്ങി കൊടുത്തോണ്ടാണ് മന്ദംകോൽ തിരിയണ്ട. ആദ്യം എന്ത് ഉറപ്പിക്കണം? മന്ദംകോൽ എടുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? അത് പശുവും പാലാണോ ഒറിജിനൽ, പശുവും പാലാണോ എന്ന് ഉറപ്പിക്കണം. എന്നിട്ട് മന്ദംകോൽ എടുത്തോ, എന്തേലും കിട്ടാക്കൂല. മറ്റേ പാലും വെച്ച് മന്ദംകോൽ എടുത്ത് അതിന്റെ നേരെ പോയി കിട്ടും. അപ്പൊ പാലും മുഴുവനും എന്തല്ല, പറയടാ, എല്ലാ പാലും എന്തല്ല, പാലല്ല, പാലിന്റെ കോലത്തിനേ ഉള്ളൂ. എല്ലാ പാലിനും വെണ്ണ ഉണ്ടാവില്ല. ഇന്ന് ഒരു പാത്രത്തിലാണ് പാർന്നു വെച്ചത്. ഇന്നലെ പശുവും പാലും ഉണർന്ന പാത്രത്തിൽ തന്നെയാണ് ഇന്ന് മിൽമപ്പാലും പാർന്നത്. അതുകൊണ്ട് ഇന്നത്തെ ബഹുമാനപ്പെട്ട പശുവും പാലും മരിച്ചു പോയതിനു ശേഷം ഇന്നത്തെ പാത്രത്തെ പാല് കണ്ടടിച്ച് മന്ദംകോൽ എടുക്കണ്ട. ഈ മന്ദംകോലുമ്പോ അതിനൊന്നും കിട്ടാനില്ല. ഇതെന്തല്ല പറയണ കുട്ടി, ആ പാത്രത്തിൽ പാർന്നോണ്ട് ഗുണമല്ല മന്ദംകോല് പെണ്ണുണ്ടാകൽ, പാലിന്റെ ഗുണാണ്. ഇന്നത്തെ പാല് പശുവും പാലായിരുന്നു, ഇന്നത് മിൽമപ്പാലാവും. കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കാണടാ. അത് ചിന്തിക്ക. ഇമ്മ പേരിന് വന്നിട്ട് എനിക്കൊന്നും വരല്ല, എനിക്ക് ഈ ലോകത്തൊന്നും സംഭവിക്കാല്ല. എന്തുകൊണ്ട്? എനിക്കിത് ലാഭമില്ല, ലാഭമില്ലാത്ത നഷ്ടം ഉണ്ടാവില്ല. ലാഭം ഉണ്ടെങ്കിൽ എന്നുണ്ടാവൂ, നഷ്ടം ഉണ്ടാവല്ലോ. എനിക്ക് ലാഭമില്ലല്ലോ, നഷ്ടം ഉണ്ടാവില്ല. എനിക്ക് ലാഭം ഇന്നലും ഞാൻ രക്ഷപ്പെടില്ല. ഭൂമിക്കടിയിൽ ഇറങ്ങിയിട്ട് ഈ വയറിൽ പറഞ്ഞിട്ട് അന്ന് ആ വയറിൽ പറഞ്ഞപ്പോഴല്ലേ ഞങ്ങൾക്ക് തിരിഞ്ഞേന്ന്. ഇത് മേശറി എന്ന് പറഞ്ഞാൽ ഞാൻ കഴിച്ചിലായോ അല്ലേ? ഇവിടെ നിങ്ങളെല്ലാവരും കൂടി എല്ലാം ഇന്ന് രാത്രി ഇന്ന് പുസ്താവിൻ്റെ കുട്ടികൾക്ക് നമ്മക്ക് തിരിയും കുപ്പായം എടുത്തു കൊടുക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾ കുറെ പൈസ എന്നാലും എന്ത് എന്നിട്ടില്ലെങ്കിൽ എന്ത്? എൻ്റെ കുട്ടികൾക്ക് ഇക്കൊല്ലത്തെ റമളാൻ അവസാനിക്കും തുണിപ്പാൻ അള്ള കതിറാക്കിയിരുന്നെങ്കിൽ അത് ഉണ്ടാവും. ഇല്ലെങ്കിൽ അത് മതി. പെരുന്നാളിന് കുപ്പായം എടുക്കാ, പല പെരുന്നാളിനും കുപ്പായം എടുത്തേരാത്ത വാപ്പാനെ വാങ്ങാനാ. എല്ലാ നിയമത്തൊക്കെ ഉണ്ടായിട്ട്, വളരെ സ്നേഹത്തുണ്ടായിട്ട് മര്യാദക്ക് എല്ലാ കുപ്പായം എല്ലാ പെരുന്നാക്കും കുപ്പായം എടുത്ത് തരാത്ത ബാപ്പാന്റെ മകനല്ലേ ഞാൻ. പിന്നെ എനിക്ക് എൻ്റെ കുട്ടിയൊക്കെ എല്ലാ കുപ്പായത്തിനാക്കും കുപ്പായം എടുത്തു കൊടുക്കണം. എൻ്റെ പെണ്ണുങ്ങൾ കുട്ടിയൊക്കെ കുപ്പായം 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 എന്ന് ഇറങ്ങിയിട്ട് 2 ആഴ്ച
അത് നമുക്ക് വിഷയമല്ല. പിന്നെ ഓളനിപ്പോ എങ്ങനെയോ ഒപ്പിച്ചാണ് ചില കുട്ടിയൊക്കെ കുപ്പ എടുത്തു. ഞാൻ അപ്പോഴും പറയും ഞാൻ കൊടുത്തിട്ടില്ല. എൻ്റെ ഒരു മകൾ എന്നോട് ഇന്നലെ പറഞ്ഞു ഞാൻ കുപ്പായപ്പിച്ചക്ക് കാണേണ്ട വെച്ചോ. പിന്നെ കാണാറ് എന്തുകൊണ്ട് ഞാൻ പൈസ കൊടുത്തല്ലേ. അപ്പൊ ഇതൊന്നും നമ്മളെ ലാഭമല്ല. നമ്മളെ ലാഭം ആരെ കിട്ടലാണ്? റസൂലുള്ളാഹിനെ കിട്ടലാണ്. റസൂലുള്ളാഹിനെ കിട്ടി ആരെ കിട്ടും? അപ്പൊ ഇവിടെ വളരെ നിങ്ങൾ ഇത് ചിന്തിക്കണം. അപ്പൊ അത് അള്ളാഹുവിന്റെ തന്നെ അത് തേടി പോകണം. റസൂലുള്ളാഹിനെ കിട്ടും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിനെ കിട്ടിയാലോ, റസൂലുള്ളാഹിനെ കിട്ടിയാൽ നിങ്ങൾ പേടിക്കും വേണ്ട. റസൂലുള്ളാഹിനെ കിട്ടിയാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടി. റസൂലുള്ളാഹിനെ കിട്ടിയാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടി. നിങ്ങൾ സുമർ അധ്യായത്തിന്റെ 53-ാമത്തെ ആയത്ത് നോക്കി. സുമർ അധ്യായത്തിന്റെ 53-ാമത്തെ ആയത്ത് വേഗം നോക്കി കുട്ടിയാണ്. സുമർ അധ്യായം 53-ാമത്തെ ആയത്ത്. സുമർ അധ്യായത്തിന്റെ 53-ാമത്തെ ആയത്ത്. അതെ. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. സുമർ അധ്യായത്തിന്റെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ത്വരീഖത്തുകളുടെയും ലാഭം ആരെ കിട്ടലാണ്? അള്ളാഹുവിന്റെ റസൂലിനെ കിട്ടലാണ്. അതിൽ ഇറങ്ങേണ്ടതുപോലെ കച്ചവടം ലാഭം ഒന്നും കണക്കാക്കാതെ റസൂലിനെ കിട്ടണം എന്ന് വിചാരിച്ച് ഹക്കായ ഒരു ത്വരീഖത്തിൽ അത് കണ്ടെത്തി ഹക്കായ ഷെയ്ഖിന്റെ കൈ പിടിച്ച് ഈ അവർ പറഞ്ഞ ഔറാദുകളുമായി മുന്നോട്ട് പോയാൽ നിനക്ക് അതിന്റെ ലാഭം കിട്ടും. ആരാണ് ആ ലാഭം? പറയാ, ആരാണ് ലാഭം? അള്ളാന്റെ ഹബീബാണ് ലാഭം. അള്ളാന്റെ ഹബീബ് അതാണ് റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ. ആ റഹ്മത്ത് ഞങ്ങൾക്ക് തരണേ എന്ന് പറഞ്ഞാൽ റഹ്മത്തുൽ ആലമീനെ തരണേന്നാണ് അപ്പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് അതിന്റെ സ്പിരിച്വൽ മീനിങ്. റഹ്മത്തുൽ ആലമീനായ റസൂലുള്ളാഹിനെ കിട്ടിയാൽ എന്ത് കിട്ടി? അള്ളാന്റെ റഹ്മത്ത് കിട്ടി. ഒരാൾക്ക് റസൂലുള്ളാഹിനെ കിട്ടിയാൽ ആരെ കിട്ടി? അള്ളാന്റെ റഹ്മത്ത് കിട്ടി. ഒരാൾ റസൂലുള്ളാഹിന്റെ കയ്യിന്റെ ഉള്ളിലായി കഴിഞ്ഞാൽ ഇന്ന വലിയ റഹ്മത്ത് ദുനിയാവിലെ ആഖിറത്തിൽ കിട്ടല്ലേ. എന്താ പറയുക? റസൂലുള്ളാഹിനെ ഒരാൾക്ക് കിട്ടിയാൽ വലിയനെയും ത്വരീഖത്തിനെയും തേടേണ്ടത് ആരെ കിട്ടാൻ വേണ്ടിയാണ്? റസൂലുള്ളാഹിനെ കിട്ടാൻ വേണ്ടിയാണ്. റസൂലുള്ളാഹിനെ കിട്ടിയാൽ അതിലും വലിയൊരു റഹ്മത്ത് ദുനിയാവിലും ഇല്ല. സ്വർഗമല്ല. എന്താണ് സ്വർഗം? റസൂലുള്ളാഹിനെ സ്വർഗണ്ട. എന്ത് സ്വർഗം? റസൂലുള്ളാഹിനെക്കാളും വലിയ സ്വർഗം എന്ത് സ്വർഗം? ഒരു മുഅ്മിനിന്റെ സ്വർഗം ആരാണ്? അപ്പൊ റസൂലുള്ളാഹിലെത്തിയാൽ അവൻ നിരാശപ്പെടണ്ട. ഓൻ എന്തിലെത്തി? അള്ളാഹുവിന്റെ റഹ്മത്തിലെത്തി. അതിനാണ് ആയത്ത് കാണിച്ചത്. നബിയെ തങ്ങൾ പറയുക, യാ ഇബാദി, എന്റെ ദാസന്മാരെ. അപ്പൊ ആരെ ദാസന്മാര്? റസൂലുള്ളാഹിന്റെ ദാസന്മാര്. ഞാൻ റസൂലുള്ളാഹിന്റെ അടിമയാണ്. ഒരു മുഅ്മിൻ റസൂലുള്ളാഹിന്റെ അടിമയാണ്. നീ നോക്കി കൃത്യം കാണാ. കൃത്യം അല്ലദീന ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. ഖുൽ നബിയെ തങ്ങൾ പറയാ, യാ ഇബാദി, എൻ്റെ ദാസന്മാരെ. സുമർ അല്ലേ? കണ്ടില്ലേ? സുമർ കണ്ടില്ലേ? അൽഹംദുലില്ലാഹ്. സുമർ എത്രയാണ് മുസ്ഹഫിൽ? എത്രാമത്തെ നമ്പറാ? എത്ര? അതല്ലേ മോനെ ആയത്ത് നമ്പറല്ലേ? 460. അതെ 464. ആയിക്കോട്ടെ. സുമർ അധ്യായത്തിന് 53 അല്ലേ? ആയിക്കോട്ടെ 53. അതെ. ഖുൽ നബിയെ തങ്ങൾ പറയാം, യാ ഇബാദി, എന്റെ ദാസന്മാരെ. അപ്പൊ അള്ളാഹു നബിയോട് പറയാണ്. എന്ത് പറയാന്? അള്ളാന്റെ ദാസന്മാരെ എന്നല്ല, യാ ഇബാദി, എന്റെ ദാസന്മാരെ. അപ്പൊ എല്ലാ മുഅ്മിനീങ്ങളും ആരെ ദാസന്മാരാണ്? അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ ദാസനായ ആരെ ദാസനായി? റസൂലുള്ളാഹിന്റെ കയ്യിൽ കൈവച്ച ആരെ കയ്യിലായി? അപ്പൊ അതല്ലേ, റസൂലുള്ളാഹിന്റെ കയ്യിൽ വെച്ചാൽ ആരെ കയ്യിലാണത്? അള്ളാഹിന്റെ കയ്യിലാണ്. റസൂലുള്ളാഹി എറിഞ്ഞാൽ അള്ളാഹ് എറിഞ്ഞതാണ്. നബിയെ തങ്ങൾ എറിഞ്ഞപ്പോൾ എറിഞ്ഞത് അവിടെ ആരാണ്? അള്ളാഹുവാണ്. അങ്ങനെ കയ്യിൽ കൈവച്ചാൽ ആരെ കയ്യിലാണത്? അപ്പൊ അവിടെ മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ആരുടെ ദാസന്മാരാണ്? റസൂലുള്ളാഹിന്റെ ദാസന്മാരാണ്. ഞങ്ങളോട് തെറ്റിയിരുന്നു. അത് ഞങ്ങളോട് തെറ്റിയത് ആരോട് തെറ്റിയിരുന്നു? അള്ളാഹുവിനോട്. നീ പരിഹാരം നിങ്ങൾ ഉണ്ടാക്കി തരണം. അപ്പൊ എന്റെ ദാസന്മാരെ, സ്വന്തം നഫ്സിന്റെ മേലെ അതിര് വിട്ട് തെറ്റ് ചെയ്തു പോയ എന്റെ ദാസന്മാരെ,
ലാ തഖ്നതു, നിങ്ങൾ ആശ മുറിയേണ്ടതില്ല, നിരാശരാകേണ്ടതില്ല. എന്തിനെ തൊട്ട്? എന്നാ പിന്നെ അള്ളാന്റെ ദാസന്മാരിൽ നിന്നാണ് അവിടെ അള്ളാഹ് ഉദ്ദേശിച്ചെങ്കിൽ ലാ തഖ്നതു മിർ റഹ്മത്തി എന്നറപ്പോ ഒരു മുത്തകലിമിന് ആളുണ്ടെങ്കിൽ ഇവിടെ കടയുന്നു. എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? ഖുർആനാണ് ചങ്ങായി. അവ നോക്കി, എടാ ഖുൽ യാ ഇബാദി, ഇവിടെ അള്ളാന്റെ ദാസന്മാരാണ് എന്നാണ് അള്ളാഹ് അവിടെ ഉദ്ദേശിച്ചതെങ്കിൽ രണ്ടാമത്തെ എന്തിനാ ചങ്ങായി അള്ളാഹ് എന്ന് പറയുന്നത്? ഒരു മുത്തക്കല്ലിമിന്റെ യാ മാത്രം ഉണ്ടെങ്കിൽ പരിഹരിച്ചില്ലേ? അവിടെ എന്തിനാ അള്ളാഹ് ദിവസം കൊണ്ടുവരുന്നത്? അപ്പൊ രണ്ടാണ്. നിങ്ങൾ എന്നിലെത്തിയാൽ നിങ്ങൾ ആരെ തൊട്ട് ആശ മുറിയണ്ട, അള്ളാഹുന്റെ റഹ്മത്തിലോട്ട് ആശ മുറിയണ്ട. അതിനൊക്കെ കിട്ടിയിരിക്കും. കാരണം നിങ്ങൾ എവിടെയാണ്? എന്റെ കൈയിന്റെ ഉള്ളിലാണ്. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ എവിടേക്കാണ് കയറേണ്ടത്? റസൂലുള്ളാഹിന്റെ കൈ നിസ്കരിച്ചോണ്ട് എത്തിക്കോന്നില്ല. റസൂലുള്ളാഹിന്റെ കയ്യിലെത്താതെ നിസ്കരിച്ചാൽ ഫവൈലുൽ മുസല്ലീൻ, നിസ്കരിച്ചു നരകത്തിൽ കയറി. എന്തേ എവിടെ എത്തിയില്ല? പരമോനെ, ഇത് റസൂലുള്ളാഹിന്റെ കൈയിന്റെ ഉള്ളിൽ കയറിയില്ല. റസൂലുള്ളാഹിന്റെ കൈയിന്റെ ഉള്ളിൽ കയറിയാൽ പേടിക്കേണ്ട. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, പിന്നെ അള്ളാഹിന്റെ റഹ്മത്തിനെ തൊട്ട് ആശ മുറിയണ്ട. എന്തുകൊണ്ട്? നിങ്ങൾ എവിടെ എത്തിയല്ലോ റസൂലുള്ളാഹി. അതാണ് മില്ലതുൽ റഹ്മ. അള്ളാഹിന്റെ ഏറ്റവും വലിയ റഹ്മത്ത് ഞാനാണ്. ഞാൻ റഹ്മത്തുൽ ആലമീനാണ്. എന്റെ കൈയിന്റെ ഉള്ളിൽ കയറണം. ഞങ്ങൾ ആരെ തൊട്ട് ആശ മുറിയണ്ട. അള്ളാഹിന്റെ റഹ്മത്ത് ഞാൻ എന്റെ അടുത്ത് മതി, എന്റെ അടിമയ മതി. ഇതല്ല പറഞ്ഞിടത്തോ? മനസ്സിലാവുന്ന കുട്ടി? ഇല്ലെങ്കിൽ അവിടെ പറയേണ്ടത് എന്താണ്? അല്ലാഹു ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മതി, എന്റെ അടിമകളെ എന്റെ റഹ്മത്തിനെ തൊട്ട് ആശ മുറിയണ്ടെന്നല്ലേ പറയേണ്ട മോനെ? അതേപോലെ അബ്ദുക്കൽ മിസ്കീൻ ഈ കൊല്ലം എന്നോട് പറഞ്ഞു, ബഹുമാനപ്പെട്ട നമ്മുടെ സുന്നത്യമായത്തിന്റെ ഒരു സ്ഥാപനത്തിലെ പ്രൊഫസർ ക്ലാസ് എടുക്കുകയാണ്, അബ്ദുക്കൽ മിസ്കീൻ എന്ന് പറയാൻ പാടില്ല, പറയാൻ പാടില്ല. എന്തുകൊണ്ട്? പേര് സുന്നി സ്ഥാപനമാണ്. തലയ്ക്ക് ആര് കാര്യമില്ല, തലയിൽ വഹാബിയത്താണ്. ഇവരൊക്കെ പഠിപ്പിച്ചത് എവിടെ നന്നാകാനാണ് ഈ കുട്ടികൾ? ഇവരൊക്കെ കൂടെ ഇരുന്നത് എവരൊക്കെ ഇരിക്കുന്ന സ്റ്റേജിന്റെ താഴെ കുത്തുന്നുണ്ട്. എനിക്ക് മേ എന്ന് പറഞ്ഞിട്ട് ആമ്യം പറഞ്ഞിട്ട് എന്താടാ കാര്യം? എനിക്ക് ബത്തൊക്കെ തിന്നൂടെ ഞങ്ങൾ പുറത്തു വെച്ച്. എനിക്ക് ഈ പടപ്പുകളൊക്കെ കൂടുന്ന കാണുകയും ചെയ്യാൻ എനിക്ക് ബത്തൊക്കെ നിന്നാ. അല്ലാഹു നമ്മളെ കാത്ത് ചിന്തിക്കട ചങ്ങായി. അപ്പൊ ഇവിടെ ഖുർആൻ ഇവിടെ സമർത്ഥിക്കാണ് നമ്മളൊക്കെ ആരടിമകളാ? ഞാൻ റസൂലുള്ളാഹിന്റെ അടിമയായി, ഞാൻ റസൂലുള്ളാഹിന്റെ അടിമയാ. അങ്ങനെ ഞാൻ അവിടേക്ക് എന്നെ സ്വീകരിച്ചാൽ മതി. അള്ളാഹിന്റെ അടിമയാകാൻ മാത്രം ഞാനില്ലെങ്ങായി. എനിക്ക് എവിടേക്ക് കിട്ടിയാൽ മതി? റസൂലുള്ളാഹിന്റെ അടിമയായി കിട്ടിയാൽ ഇന്നെ അള്ളാഹിന്റെ അടുത്ത് എത്തിച്ചേരേണ്ടത് ആര് ഉത്തരവാദിത്തമാണ്? റസൂലുള്ളാഹിന്റെ ഉത്തരവാദിത്തമാണ്. എന്റെ പണി തന്നെയല്ലേ അത്? അതിനെക്കൊണ്ട് കഴിയൂല. അള്ളാഹിന്റെ ഗേറ്റ് കീപ്പർ റസൂലാണ്. അപ്പൊ ഞാനിവിടെ ചെല്ലേണ്ടത് ആരടുത്തേക്കാണ്? റസൂലുള്ളാഹിന്റെ എത്തണം. റസൂലാണ് റസൂലുള്ളാഹിന്റെ റസൂലിനെ കൊണ്ടാക്കണം. അപ്പൊ നമ്മൾ യഥാർത്ഥ ലെവലിലെത്തി. അല്ലാഹു തൗഫീഖ് തരട്ടെ. അവിടേക്ക് നിന്നെ എത്തിക്കേണ്ടതാണ് വലിയ ഉത്തരവാദിത്വം. അപ്പൊ ഡയറക്റ്റ് കണക്ഷൻ. ഈ ആരടുത്ത് പോയി? വലിയ പോയി. വലിയ ചിലപ്പോൾ എന്ത് ചെയ്യും? എന്നെ കൊണ്ട് അടിമപ്പണി എടുപ്പിക്കും. ഏറ്റിക്കൊണ്ടിറക്കുക. ഉറങ്ങാൻ ശൈഖ് ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ ഉറങ്ങാൻ സമ്മതിക്കൂല ഹാജനെ. ഉസ്മാൻ ഹാറൂനി ഉറങ്ങും, ഹാജ ഉറങ്ങൂല. ഭക്ഷണം ഉണ്ടാക്കണം, ഏറ്റണം. എങ്ങാനും പാണ്ടക്കെട്ടിന് കുറച്ച് കനം കുറയാണെങ്കിൽ കല്ലിട്ട് കൊടുക്കും, പിന്നെ ഏറ്റിക്കും. ആരെ കൊണ്ട്? അപ്പൊ ഹാജക്ക് 10-20 കൊല്ലം ഊണില്ല, ഉറക്കില്ല. അങ്ങനെ പണിപ്പിച്ചു ഹാജനെ. ആ ഹാജ പണിയാൻ പൂർത്തിയായപ്പോ അത് ഊതിക്കച്ച പൊന്നായി. ആ പൊന്നിന്റെ ഉള്ളിൽ റസൂലുള്ളാഹിന്റെ ഉള്ളിലേക്ക് ഈ കുട്ടി കയറി. അപ്പൊ ഇന്ത്യക്കാർക്ക് അത് മതിയായി. ആ കുട്ടിയാണ് ഇന്നും ഇന്ത്യക്കാർക്ക് അഭയം. അഭയം റസൂൽ തന്നെയാണ്, അഭയം അള്ളാഹ് തന്നെയാണ്. ഇത് ഡയറക്റ്റ് കണക്ഷനാണ് ആരുമായി. അതിന് അവിടേക്ക് എത്തിയപ്പോ ഈ കുട്ടി കഷ്ടപ്പെട്ടിന് കണക്കില്ല. നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായോ? അപ്പൊ അതന്നെ. അപ്പൊ നീ അപ്പൊ അവിടെ ഹാജ അടിമയായി ആർക്ക്? ഉസ്മാൻ ലാറൂണിക്ക്. ഉസ്മാൻ ലാറൂണി വേറൊരാൾക്ക് അടിമയായിട്ടുണ്ടാവും. അവര് അങ്ങോട്ട് പോയാൽ ഈ അടിമത്തം ആരിലാണുള്ളത്? റസൂലുള്ളാഹിൽ. അപ്പൊ പൂർത്തിയായി ആരടിമയായി? ആരടിമയായി? അപ്പൊ എന്നിൽ വെള്ളം ഉണ്ടാവും, ഈ കായ്ക്കും, പണിയെടുക്കും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അങ്ങനത്തെ ഒരു മനുഷ്യൻ ഒരു നാട്ടിലെത്തിയാൽ നാട്ടിൽ വിളിച്ചിട്ടുണ്ടാവും. ആ മനുഷ്യൻ ആ നാട്ടിലെത്തിയാൽ മതി. വയലൊന്നും പറയണ്ട. ജി വയലിന് വനക്കാകെ വയലറിയണം. വയലറിനോടുകൂടെ എൻ്റെ വയലിൽ നാട്ടുകാരുണ്ടാവും. എൻ്റെ വയലിൽ കേൾക്കുന്നതോടുകൂടെ നാട്ടിൽ തമ്മിൽ അടിച്ചു പിരിയും. അള്ളാന്റെ ഔലിയാക്കന്മാർ വന്നാലോ? അള്ളാന്റെ ഔലിയാക്കന്മാരിലേക്ക് എത്തിച്ചേർന്ന എല്ലാം സമാധാനം. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? അള്ളാഹു ഒരു വലിയ തേടേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ആരെ കിട്ടാനാണ്?
റസൂലുള്ളാഹിനെ കിട്ടാനാണ്. അപ്പൊ ഇവിടെ കഹ്ഫുൽ വറായായ റഹ്മത്തുൽ, അപ്പൊ ഈ കഹ്ഫിൽ കയറിയാൽ നീ ഏത് കഹ്ഫിലെത്തി? റഹ്മത്തുൽ ആലമീൻ ആകുന്ന കഹ്ഫുൽ വറയിലെത്തണം. അത് എത്തണമെങ്കിൽ ആദ്യം ആരിൽ കയറണം? ഈ കഹ്ഫിൽ കയറണം. ഉസ്മാനുൽ ഹാറൂനി എന്ന കഹ്ഫിൽ കയറിയത് കൊണ്ടാണ് ഖാജ കഹ്ഫുൽ വറയിലെത്തിയത്. അതുകൊണ്ടാണ് അല്ലാഹുവിലെത്തിയത്. അതൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? ഉസ്മാനുൽ ഹാറൂനി എന്ന കഹ്ഫിൽ കയറി ഖാജ. അപ്പോൾ ഖാജ കഹ്ഫുൽ വറയിലെത്തി. കാരണം ഇതിലൊക്കെ കഹ്ഫുണ്ട്. അങ്ങനെ കയറ്റി കഹ്ഫുൽ വറയിലെത്തിയ പിന്നെ ആരിലെത്തി? അല്ലാഹുവിലെത്തി. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അത് തന്നെ, അതിൽ ഒളിക്കൽ നമുക്ക് നിർബന്ധം. എന്താ പിന്നെ പറഞ്ഞ വാക്ക്? റബ്ബന ആതിന മിൻ ലദുൻക. തിരിച്ചു ആ മുസാഫ് തിരിച്ചു അൽക്കഫന്നെ എടുക്കി. വഹയ്യി ലനാ മിൻ അംരിനാ റഷദാ. ഓഹോ വഹയ്യി ലനാ മിൻ അംരിനാ റഷദാ. ഓഹോ റഷദ. ഈ റഷദ എന്ന് പറഞ്ഞ വാക്ക്, റഷദ റുഷ്ദ, ഇതൊക്കെ ഒരു പ്രത്യേക വാക്ക്, ഒരു പ്രത്യേക ടേംസിൽപ്പെട്ട വാക്കാണ്. എന്ത്? റഷദ, നേർമാർഗം. എല്ലാവരും ഇതിന് നേർമാർഗം നടക്കും. നേർമാർഗം എളുപ്പമുണ്ടല്ലോ. നേർമാർഗം അതിനെ അമൽ മറ്റേ ഈ മാനി പറഞ്ഞാൽ നേർമാർഗം, ഇതായത് പറഞ്ഞാൽ നേർമാർഗം, റുഷ്ദ് പറഞ്ഞാൽ നേർമാർഗം. ഇതിനൊക്കെ പിന്നെ അള്ളാഹ് കൊറ്റെന്നാണ് പറഞ്ഞ പോലെ ഈ ടേംസ് വ്യത്യാസപ്പെടുന്നത്. ഇത് വേറെ വേറെയാണ്. ഔലിയാക്കളിൽ നിന്ന് കരസ്ഥമാകുന്നതാണ് എന്ത്? റുഷ്ദ്. ഔലിയാക്കൾ വഴി കരസ്ഥമാക്കേണ്ടതാണ് റുഷ്ദ്. വഹയ്യി ലനാ മിൻ അംരിനാ റഷദാ. അപ്പം ഞങ്ങൾക്ക് നീ ഒരുക്കി തരണം. നമ്മളിപ്പോ ഇന്നത്തെ ഗുഹയിൽ കയറി കഴിഞ്ഞാൽ അവര് കയറിയ ഗുഹ, അവര് എന്താണ് ഈസാ നബിന്റെ തിൽമീദ് കയറി, അതുവഴി ഈസ വഴി, അതിലേക്ക് അതുവഴി മുത്തുനബിയിൽ. അപ്പൊ അത് അവർക്ക് ആ റുഷ്ദ് അവർക്ക് പൂർത്തിയാകണമെന്ന് അവർ പ്രാർത്ഥിച്ചു. നീ പ്രാർത്ഥിക്കേണ്ടത് ഇത് തന്നെയാണ്. എന്ത്? എനിക്ക് റുഷ്ദ് കിട്ടണം. എന്താ റുഷ്ദ്? ഔലിയാക്കൾ വഴിയുള്ള തസ്കിയത്താണ് എന്ത്? റുഷ്ദ്. തെളിവ് കാണിച്ചു തരാം. ഇതേ ആയത്തിൽ തന്നെ കുറച്ച് പുറത്ത് കാണാം. എന്ത്? ഈ ആയത്തിൽ തന്നെ ഇതിൽ തൊട്ടപ്പുറത്ത് കാണാം. 17-ാമത്തെ ആയത്തെടുക്ക്. അൽ കഹ്ഫിന്റെ 13, 17. വഹയ്യി ലനാ മിൻ അംരിനാ റഷദാ. റഷദാ, റഷദാ. മറ്റൊരു ഗുരു വഴിയായി ലഭിക്കുന്ന സന്മാർഗ സിദ്ധി. അതായത് കളയേണ്ടത് കളഞ്ഞ് കേറ്റേണ്ടത് കേറ്റിയിട്ട് ഒരു പരുവത്തിലാകുക. ഹയ്യ്, ഞങ്ങളെ പരുവപ്പെടുത്തി തരണം, ഞങ്ങൾക്ക് ഒരുക്കി തരണം. അപ്പൊ വേറൊരു മഹാൻ വഴിയായി കിട്ടുന്ന ഒരു പരുവപ്പെടലാകുന്ന നിർമാർഗമാണ് എന്ത്? അതാണ് റുഷ്ദ്. അതിന് മനസ്സിലായി. അത് കിട്ടിക്കഴിഞ്ഞാൽ ഹിദായത്തിലെത്തും. അത് ഉറപ്പായി ഹിദായത്തിലെത്തും റുഷ്ദ്. ഈ 17-ാമത്തെ ആയത്തിൽ എന്താ പറഞ്ഞത്? അവന് അതിനെ തൊട്ടിപ്പോ നോക്ക്. ഒരാൾ വഴികേടിലാകാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ, ഫലൻ തജിദ, തനിക്ക് കണ്ടെത്താനേ കഴിയില്ല. ആര്? വലിയൻ മുർഷിദ. അയാൾക്ക് റുഷ്ദ് കൊടുക്കുന്ന ഒരു വലിയ കണ്ടെത്താൻ കഴിയില്ല. അപ്പൊ റുഷ്ദ് കൊടുക്കേണ്ടത് കിട്ടുന്നത് ആര് വഴിയാണ്? വലിയ വഴിയാണ്. ഇപ്പൊ ചിലർ പറയുന്ന ഔലിയാക്കന്മാരെ കഥയൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ പിന്നാലെ നടന്നാൽ മതി. അതിനെപ്പറ്റി അങ്ങനത്തെ ഒരു നുണഞ്ഞ് ഭൂലോകത്തില്ല. ഈ അന്തംഗമ്മികളെ പറഞ്ഞു നടന്നാൽ നമ്മളെ ആഹ്റമാസവും. ഇവരെ അന്തംഗമ്മികളാണ്. ഓരോ തലയെക്കെട്ടിൽ വഞ്ചിതനാണ്ട. അതേസമയത്ത് വളരെ തള്ളും വേണ്ട. ഓരെ കൊണ്ട് ഒരുപാട് പണി എനിക്ക് പറയുന്നുണ്ട്. തള്ളമണി പറയല്ല. എനിക്ക് പറഞ്ഞത് മനസ്സിലായില്ല. മല്ലി, മുളക് മനസ്സിലായില്ല. കാന്താരി, ഇതൊക്കെ കൂട്ടിയാലേ എന്തുണ്ടാകും? കറി ഉണ്ടാവും. അത് മുളക് തന്നെ വാങ്ങണ്ട. അപ്പുറത്തെ പീടിന്ന് എന്ത് വാങ്ങിക്കോ? മനസ്സിലായില്ല. ഇത് മുളകിന്റെ ചാക്കന്നെ മാന്തി ഏറ്റിക്കൊണ്ടേ എനിക്ക് കറി ഉണ്ടാവില്ല. അപ്പൊ മുളകും വേണം, മല്ലിയും വേണം. എല്ലാം കൂടിയാലാണ് എന്ത്? പെരിഞ്ചീരകം പറയണ, മഞ്ഞള്, ഇതെല്ലാം കൂടുമ്പോൾ കറി ഉണ്ടാക്കുക. ബഹുമാനപ്പെട്ട മുളക് പറഞ്ഞു, ഞങ്ങളാണ് നേതാക്കന്മാർ, ഞങ്ങളാണ് കണ്ണും മൂക്കിലും കയറിയ പിന്നെ ഒന്നും കഴിയൂല നിങ്ങൾക്ക്. അപ്പൊ ഇയാൾ പേടിച്ചു. പിന്നെ എന്തേ വാങ്ങിയുള്ളൂ? മുളകെ വാങ്ങിയ. അന്ന് എനിക്ക് കറിയില്ല. കറി വേണമെങ്കിൽ എന്തും വേണം. അത് കുറച്ച് മുളകിനെ നിസ്സാരിക്കും വേണ്ട. മുളകേ ഇജ് ആരണ്യാണ്, മുളകേ ഇജ് ബഹുമാനപ്പെട്ട മുളകാണ്. അതേ സമയത്ത് മുളക് എന്ത് പറഞ്ഞു? മല്ലിക്കും ഞങ്ങൾ മതി. അത് നടക്കൂല. മല്ലിക്കാരന്നെ വേണം. പറയടാ, മല്ലിക്ക് ആരെണ്ണ വേണം? മല്ലിയെണ്ണ വേണം.
മല്ലിക്ക് ഇങ്ങോട്ട് പറയാൻ പറ്റൂല. മല്ലി എന്താ പറയരുത്, നിങ്ങളാരും മുളകിനെത്തി പോകാതെ, അങ്ങനെ മല്ലിയും പറയരുത്. ഔലിയാക്കന്മാർക്ക് എന്ത് പറയാൻ പറ്റൂല, നീ ശരീരത്തിന്റെ ആലിമ്യങ്ങളൊന്നും വേണമെന്ന് പറയാൻ പറ്റൂല. എന്തുകൊണ്ട്? ഔലിയാക്കന്മാർക്ക് ഇവിടെ മദ്രസയും സിലബസ് മറ്റൊന്നും ഒരുക്കില്ലല്ലോ. ഇവിടെ മനുഷ്യന്മാർ ഇപ്പോഴൊക്കെ എത്തിയത് എന്തുകൊണ്ടാണ്? പറയ ചങ്ങായി ആലിക്കും പാവും പഠിപ്പിച്ചത് ഔലിയാപ്പാപ്പയല്ലോ. അതാരാണ്? ഈ ആലിമ്യങ്ങളെ. അപ്പൊ ആലിമ്യങ്ങളെ നിന്ദിക്കണ്ട. ആലിമ്യങ്ങളൊക്കെ അതിന്റെ സ്റ്റാൻഡ് ഉണ്ട്. അവർക്ക് ഇവിടെ ചെയ്യാൻ പാടുന്ന പണി ഔലിയാക്കന്മാർക്ക് ചെയ്യാൻ കഴിയൂല. എന്തുകൊണ്ട്? ഔലിയാക്കന്മാർക്ക് അസിസ്റ്റല്ല. ഔലിയാക്കന്മാർ അയക്കിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഔലിയ ഇല്ലാതെയാവും. എനിക്ക് ഔലിയാനെ കിട്ടണില്ലെങ്കിൽ എന്തിലാണ്? ഇരുട്ടിലാണ്, വലാലത്തിലാണ്. ഒരാൾ വലാലത്തിലാകാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ ഫലൻ തജിദ, അവൻ നീ കണ്ടെത്തുകയേ ഇല്ല ലഹു, അയാൾക്ക്. ആരെ കണ്ടെത്തൂല? വലിയ മുർഷിദായ വലിയനെ റുസ്തു കൊടുക്കേണ്ട ഔലിയാക്കളാണ്. മദ്രസയിലെല്ലാം പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ റുസ്തു പഠിപ്പിക്കണം. അപ്പൊ ഇന്നിപ്പോ ചില മൗലവിമാർ പറയണം ഓരോ കാലം കഴിഞ്ഞു പറഞ്ഞാൽ അന്നത്തെ ജനങ്ങൾ എന്തിനായിരിക്കും? ഉള്ള കാലത്തിൽ അങ്ങനെ പറയാൻ പറ്റും. നീതിമാനായ റബ്ബ് ചെയ്യും. നിങ്ങൾ പറഞ്ഞ മനസ്സിലായി കുട്ടി? ഇതൊക്കെ ചിന്തിച്ചെളുപ്പുണ്ട്. ഇത് ശരീഅത്ത് കൊണ്ട് റുസ്ത് തീരൂല. ഇതിന്റെ അപ്പുറത്ത് മൂസാ നബി പോയിട്ട് പറയാണ് ആരോട്? ഹൽ അത്തബിഉക അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത. അപ്പൊ അവിടെ റുസ്ത് തന്നെ പറയുന്നത്. റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യി ലനാ മിൻ അംരിനാ റശദാ മുർശിദാ റുഷ്ദാ. ഇതൊക്കെ ഒറ്റപ്പാടാണ്. ഹൽ അത്തബിഉക, ഞങ്ങളിന്ന് പിന്നാലെ കൂടട്ടെ. അലാ അൻ തുഅല്ലിമനി, നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചാൽ. ളാഹി ശരിയാത്തും എമ്പാടും അള്ളാഹ് ഇറക്കി കൊടുത്ത ആളാണ് ആര്? മൂസാ നബി. എന്നിട്ട് ഒരാളെ പിന്നാലെ നടക്കാണ്. എന്തിന്? ഓല കയ്യിൽ കിട്ടേണ്ട വേറെ വിജ്ഞാനുണ്ട്. ലോകം കണ്ട മഹാപണ്ഡിതനായിട്ടും ശൈബാൻ റായിയുടെ പിന്നാലെ നടക്കാണ് ആര്? ഇമാമിനെ പറയാ ആര്? ഇമാമിനെ ശാഫിഈ. എന്തേ? എനിക്ക് അവിടുന്ന് കിട്ടേണ്ട വിവരമുണ്ട്, അത് വേറെയാണ്. ഇതിനാവും പരിഹാരമല്ല, ഇതും പരിഹാരമല്ല. മനസ്സിലാണ്ട് പറഞ്ഞത്. ഹൽ അത്തബിഉക അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുഷ്ദാ, എനിക്ക് വിവേകജ്ഞാനം പഠിപ്പിച്ചാലും ഞങ്ങളെ പിന്നാലെ നടക്കട്ടെ. ഇനി ഒന്ന് അത് വളരെ. അപ്പൊ ഇവിടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കാം,